നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇത് തിരുവാതിര നക്ഷത്രക്കാരും തിരുവാതിര നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കാണേണ്ടതാണ്. പ്രത്യേകിച്ച് തിരുവാതിരക്കാരുമായിട്ട് ബന്ധുത കൂടാൻ പോകുന്നവരൊക്കെ കാണുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൽ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചാലുണ്ടാകുന്ന പൊതുഗുണങ്ങളെ നാലായിട്ട് തിരിച്ച്, അതായത് 4 പാദങ്ങളിൽ ജനിച്ചാൽ ഇവർക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊരു പൊതുഫലമാണ്. ഒരു നക്ഷത്രക്കാരുടെ കൃത്യമായിട്ടുള്ള ഒരു സ്വഭാവ രീതി പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ജനിച്ച സമയം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പൊതു സ്വഭാവമായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ തിരുവാതിര നാളിൽ ജനിച്ച ആളുകൾ വളരെ ഗർവുള്ളവരും ശാഠ്യം പിടിക്കുന്നവരുമൊക്കെ ആയിരിക്കും. ഉപകാരസ്മരണ ഇവർക്ക് തീരെ ഇല്ലാത്തവരായിരിക്കും. ഹിംസാശീലം ഇവർക്ക് കൂടുതലായിരിക്കും. പാപമൊക്കെ ചെയ്യാൻ ഇവർക്ക് ഒരു മടിയും ഉണ്ടാവില്ല. അന്യരുടെ ധനലാഭമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. സന്താനങ്ങളൊക്കെ കുറഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ദീർഘായുസ്സും സർക്കാർ ധനവുമൊക്കെ വന്ന് ഭവിക്കുന്നതാണ്. സഞ്ചാരപ്രിയരായിരിക്കും. മൂക്ക് സ്വല്പം ഉയർന്നിരിക്കുന്നവരായിരിക്കും. നാൽക്കാലികളിൽ നിന്നൊക്കെ ആദായം സിദ്ധിക്കാൻ വളരെ പ്രാപ്തിയുള്ളവരായിരിക്കും. വിരിവുള്ള മാറിടവും തർക്ക സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഇത് ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയും പാദങ്ങൾ തിരിച്ചുള്ള സ്വഭാവങ്ങളിലേക്ക് കടക്കാം. 1-ാം പാദത്തിൽ ജനിച്ചാൽ വളരെയധികം സുന്ദരനും പല കലകളിലും ശാസ്ത്രത്തിലുമൊക്കെ അറിവുള്ളവരുമാകും. കുടുംബത്തിലെ പ്രധാനിയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാര്. ഭാര്യയെ അളവറ്റ് സ്നേഹിക്കുന്നതാണ്. സ്നേഹിതർക്ക് ഇഷ്ടപ്പെടുന്നവനാകും. ഈ നക്ഷത്രത്തിൽ 1-ാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വളരെയധികം നാവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. സത്യവാദിയൊക്കെ ആകുന്നതാണ്. വളരെയധികം ബുദ്ധി ഇവർക്കുണ്ടാവുന്നതാണ്. 2-ാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്കാരമൊന്നും ഇല്ലാത്ത ഒരു ആളായി മാറാൻ സാധ്യതയുണ്ട്. സ്ഫുടതയോടെ സംസാരിക്കാൻ ഇവർക്ക് വളരെ കഴിവായിരിക്കും. ക്രൂരമായ പ്രവർത്തികളൊക്കെ ചെയ്യാൻ ഇവർ മടിക്കുകയില്ല. ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഒന്നും അത്ര നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുകയില്ല. യോഗവിദ്യയിലൊക്കെ വളരെ മുൻപിലായിരിക്കും. 3-ാം പാദത്തിൽ ജനിച്ചാൽ ആളും അവസരവുമൊക്കെ അറിഞ്ഞ് സംസാരിക്കുന്നവരായിരിക്കും. അസത്യവാദിയാവാനുള്ള സാധ്യത വളരെയേറെയാണ്. ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെയും ഭർത്താവാണെങ്കിൽ ഭാര്യയുടെയും വാക്കുകൾ മാത്രം കേൾക്കുന്നവരായിരിക്കും. പലവിധ കാര്യങ്ങൾക്കായിട്ട് ഇവർക്ക് ക്ലേശം അനുഭവിക്കേണ്ടി വരും. കോപശീലരും വാദരോഗിയും ക്രൂരരും ഒക്കെയായി മാറുന്നതാണ് ഇവര്. ഏഷണിയൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഗുണം ചെയ്താലും അത് ദോഷത്തിൽ ഭവിക്കുന്ന ആളുകളായിരിക്കും ഈ 3-ാം പാദത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്നത്. 4-ാം പാദത്തിൽ ജനിച്ചാൽ സത്യം പറയുന്നവരായിരിക്കും. എന്നാൽ കണ്ണുകളൊക്കെ ചുവന്നിരിക്കും. അറിവും വിശിഷ്ട ഗുണങ്ങളും ഇവർക്ക് ഭവിക്കുന്നതാണ്. ദയവാനും സുന്ദരനും ഭാര്യാധനത്തോടു കൂടിയുള്ളവനുമായിരിക്കും ഇവർക്ക് കീർത്തിയൊക്കെ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇവരുടെ തലമുടിക്ക് വളരെ അഴകുള്ളതായിരിക്കും. ഇവര് ദുർമന്ത്രവാദം ശീലിക്കാൻ ഇവർക്ക് വളരെയധികം ആഗ്രഹമുള്ളവരാണ്. ബന്ധുക്കളുമൊക്കെ ആയിട്ട് സ്വരച്ചേർച്ചയിൽ പോകാറില്ല. അന്യരാലൊക്കെ നിന്ദിക്കപ്പെടാൻ സാധ്യത വളരെയേറെയാണ്. അനുചിതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നവരാണ്. ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ പാദങ്ങൾ തിരിച്ചിട്ടുള്ള ഇവരുടെ സ്വഭാവ ഗുണ സവിശേഷതകൾ. കൂടാതെ മറ്റൊരു അറിയിപ്പ്, നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.